അപ്പോൾ നമ്മളങ്ങനെ 10-30 കിലോമീറ്റർ മുമ്പേ ടൗണിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു പാലം കണ്ടു. പഴയൊരു പാലമാണ്. ഇപ്പോൾ പുതിയൊരു പാലം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ പണിയുന്നുണ്ട്. എന്നാലും നല്ല പഴക്കമുണ്ട് ഇപ്പോൾ പാലത്തിന്. അതിലൂടെ തന്നെ നല്ല തിരക്കുണ്ട്. 2 വരിപ്പാലാണ് വരുന്നത്. ഭയങ്കര തിരക്കാണ് ഈ പാലത്തിൽ. നമ്മളിങ്ങോട്ട് പാലത്തിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം 10-15 മിനിറ്റിൻ്റെ അടുത്തൊക്കെ നമുക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് വലിയ വണ്ടികളാണ്, വലിയ ലോറികൾ തന്നെയാണ് മുഴുവൻ. അപ്പോൾ നമ്മളിതാ പാലം കയറി ഇപ്പുറത്തേക്ക് ഏകദേശം ഒരു 400 മീറ്ററിൻ്റെ അടുത്ത് നീളമുണ്ട് പാലത്തിന്. അപ്പോൾ നമ്മളിതാ പാലത്തിൻ്റെ ഇപ്പുറ സൈഡിൽ എത്താനായി. അപ്പുറ സൈഡിൽ നമുക്ക് പുതിയ പാലം പണിയാനായിട്ട് പില്ലറുകൾ പണിയുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താണേലും പാലം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കി വെക്കാം. അങ്ങനെ നമ്മളിതാ മഹാരാഷ്ട്രയിൽ നിന്നൊരു കേരള ലോറി കണ്ടുപിടിച്ചിട്ടുണ്ട്. KL 68B 916. നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ളൊരു നല്ല അടിപൊളി ലോറി. പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് പൈനാപ്പിൾ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. സെൻറ്റ് ജോർജ് അതാ കോതമംഗലത്തിൽ നിന്ന് വരുന്നതാണ്. ഇതാ സെൻറ്റ് ജോർജ് കോതമംഗലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണേലും പൈനാപ്പിളായിരിക്കും മിക്കവാറും. അപ്പോൾ ചേട്ടൻ വണ്ടി മുന്നോട്ട് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിൽ പോയിട്ട് സ്ഥലം നോക്കി നിർത്താം. ജമ്മു കാശ്മീർ, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, അറ്റ് ലാസ്റ്റ് കേരള. നമ്മളെ കേരളത്തിൽ നിന്ന് പൈനാപ്പിൾ കേട്ടോ അവർ കൊണ്ടുപോണേ. ജയ്പൂരിലേക്ക് വഴി പോണേ. 68 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ നിന്ന് അവിടെ എത്തണം. കാരണം എക്സ്പ്രസ് ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഷിർഷാദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ലോറിക്കാരുടെ താവളത്തിലാണ്. നല്ല വെയിലാട്ടോ. സമയം നല്ല വെയിലുണ്ട്. 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കുറച്ച് മലയാളി വണ്ടികളാണ് 3 ലോറിയിലായിട്ട്. അതെ, 3 ലോറിയിലായിട്ട്. പക്ഷേ ഈ വണ്ടിയൊക്കെ ഗുജറാത്ത് രജിസ്ട്രേഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് പൈനാപ്പിളാട്ടോ, നമ്മുടെ കോതമംഗലത്ത് നിന്ന് വരുന്ന പൈനാപ്പിളാണ്. അതെ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 3 വണ്ടിയുണ്ട്. 2 വണ്ടിയിൽ പൈനാപ്പിളും 1 വണ്ടിയിൽ റബ്ബറും. അപ്പോൾ അതാ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതാ വരുന്നു. ഇതുണ്ടോ, ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഗുജറാത്ത് GJ. അതെ, ഫാൻസി നമ്പറുമാണ് 5566. കേരള വണ്ടി ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഫുള്ള് കേരളമാണ്. ഇതാ ഇവിടെ സൈഡിൽ കോതമംഗലം ഗീവർഗീസ് ലോജിസ്റ്റിക്സ് വണ്ടിയാണ്. നമ്മുടെ കേരള വണ്ടി പിന്നെ എവിടെ പോയാലും കണ്ടുപിടിക്കാൻ സുഖമാണ്. നമ്മുടെ ഈ വണ്ടി പോലെ. അതെ, നമ്മുടെ വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. 3 ലോറിന്റെ അകത്ത്. അതെ, കറക്റ്റ് 3 ലോറിൻ്റെ ഇടയ്ക്കായിട്ട്. അതെ, ബർഗർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണേലും വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കാം. ഇപ്പോൾ ചോറ് വെച്ചിട്ട് ചോറ് ഊറ്റുവാണ്. സെൻറ്റ് ജോർജ് ലോജിസ്റ്റിക് സെൻറ്റ് ജോർജ് ഗീവർഗീസ് ലോജിസ്റ്റിക് കോതമംഗലം. പുണ്യാളെന്ന് ഇതാ മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. KL 68B 0916. ഇതും 916 അവതാർ എന്ന് പറഞ്ഞ ലൈലൻഡിൻ്റെ പുതിയ മോഡല്. ബോഡി കൗളൊക്കെ വരുന്ന മോഡൽ വണ്ടിയാണ്. പുതിയ വണ്ടി, 6 മാസമായിട്ടുള്ളൂ. ഇതേ മോഡൽ തന്നെ, സെയിം മോഡൽ വണ്ടിയാണ് അത്. നമുക്ക് ഇത് കണ്ട ഒരു കേരള ബോഡി, കൊണ്ടോട്ടി ബോഡിയാന്ന് തോന്നുന്നു. ഇത് ഏതാണെന്നറിയില്ല. എടശ്ശേരിയിലമ്മ. ഇത് ഗുജറാത്തിൽ തന്നെ ബോഡി പണിത് അതിനാണ്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിൾ വസായിയിൽ കൊണ്ടുവന്ന് മലയാളികൾ തന്നെ ചെത്തിക്കുന്നുണ്ട്. രണ്ട് വണ്ടി പോണ ചോദിച്ചേട്ടനും നല്ല മധുരമുള്ള നല്ല പൊടിച്ചാണ്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി പൈനാപ്പിളൊക്കെ ഇങ്ങനെ കയറി പോയിട്ട് നമ്മുടെ അവിടെ നമുക്ക് കിട്ടുന്നത് നല്ല കൂറ പൈനാപ്പിളാണ്. ഇത് പ്രത്യേക ടേസ്റ്റ് തിന്നാൻ അടിപൊളി. അങ്ങനെ ചേട്ടന്മാർ നമുക്കും കൂടിയുള്ള ഫുഡ് തരാമെന്ന് പറഞ്ഞ് കുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കിത് കഴിച്ചിട്ട് പോവാം. ഇന്നത്തെ ലഞ്ച് അപ്പോൾ അവിടെ ലോറിക്കാരുടെ കൂടി ചേട്ടന്മാർ ചിക്കൻ കറി വെക്കുവാണ്. ഫുൾ സെറ്റപ്പാണ്. ഫുൾ പൗഡറുകളെല്ലാം ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഉള്ളിയുണ്ട്, പച്ചമുളക്,
കരിവേപ്പില, വെളുത്തുള്ളി എല്ലാ സാധനവും ഉണ്ട്. ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ കുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് മഹേഷ്, ജിബിച്ചേട്ടൻ. രണ്ടുപേരെ വീട്? ഞാൻ പാലക്കാട്. പാലക്കാട് എവിടെയാ? ടൗണിൽ തന്നെ. ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ആനിക്കോട് പോയി. ജിബിച്ചേട്ടനാണ് നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഒരു ചേഞ്ചിന് നമ്മൾ മീറ്റ് മസാല ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. നിങ്ങൾ നോൺ സ്റ്റോപ്പ് അല്ലേ? നേരെ പോവല്ലേ? എവിടെ ഹാൾട്ട് ഒന്നും ഇല്ലല്ലോ? ഞങ്ങൾക്ക് ഇന്ന് സമയമുണ്ട്, അതുകൊണ്ടാ. ഓക്കെ. എനിക്ക് നാളെ തന്നെ കൊടുത്താൽ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ റണ്ണിങ് തന്നെ, ഫുള്ള് കുക്കിംഗ് റണ്ണിങ് തന്നെ പണിയാണ്. പൈനാപ്പിൾ എക്സ്പ്രസ് ലോഡാണ്. വേറെ എന്തെങ്കിലും അങ്ങനെ എക്സ്പ്രസ് കൊണ്ടുപോകാറുണ്ടോ? പച്ചക്കറി. അത് നമ്മുടെ കേരളത്തിലേക്കല്ലേ വരിക? അല്ല കേരളത്തിൽ കായം, പിന്നെ ഇഞ്ചി. ഇഞ്ചി. ഇപ്പൊ കൊറേ കാലമായോ പൈനാപ്പിൾ വണ്ടിയിൽ? രണ്ടുപേരും. ഇപ്പൊ ഇത് നമ്മള് രണ്ടുപേരും ഡ്രൈവർമാര് മാറി മാറി ഓടിച്ചു. ഒരാൾ ഉറങ്ങുമ്പോ അടുത്തയാള്. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? ഇപ്പൊ 2100 എത്ര ടൈം എടുക്കും അതപ്പോ ഓടിയെത്താൻ? 32 മണിക്കൂർ കണ്ടിന്യൂസ് റൈ. 1.5 ദിവസം. 2.5 ദിവസം. നമ്മളിപ്പോൾ ഇവിടെ 3 വണ്ടിയാണ്. 3 വണ്ടി. ഒരു വണ്ടിയിലെ റബ്ബറാണ്, ബാക്കി അപ്പോൾ നമ്മളിതാ ഇവിടെ വേറൊരു വലിയ പാത്രത്തിലേക്ക് എണ്ണ ഇട്ടിട്ട്, എണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇടുവാണ്. കഴുകി വെച്ച ചിക്കൻ ഇട്ട് ജിബിച്ചേട്ടൻ ഇതാ ഇവിടെ കഴിക്കാതിരിക്കരുത്. നമ്മള് ഫുഡ് കഴിക്കാം കേട്ടോ. കുറെ നാളല്ലേ കേരള ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ചോറിനിട്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് കാണിക്കാം. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ പോവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ പാത്രമൊക്കെ കഴുകി ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മളുള്ളത് ദാമന്തിയൂർ റൂട്ടിലാണ്. ഇപ്പോൾ ഏകദേശം അമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഈ പമ്പിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് അവിടുത്തെ മാനേജറോട് ചോദിച്ചപ്പോൾ തന്നെ പുള്ളി പെട്ടെന്ന് നമുക്ക് പെർമിഷൻ തന്നു. അവിടെ അവിടെ സൈഡിൽ നമ്മൾ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. യാതൊരു പ്രശ്നമായില്ല. അതെ, ഇന്ന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കർണാടകയിൽ ചെന്നപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നെന്താണേലും സംഭവം ഇവർ നമ്മളോട് ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്. ഫുൾ അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് നമുക്ക് ഓവറോൾ നല്ല അടിപൊളി ഇതായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലോറിക്കാരെ ഇവിടുന്ന് കാണുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് അവരോട് ബൈ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. അവരവിടെ എവിടെയോ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. വൈകുന്നേരം രാത്രിയായിട്ടേ പോരുന്നുള്ളൂ എന്ന്. അവർ നിർത്തിയോ നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ കാണുവാണെങ്കിൽ അവരോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുവാണ്. ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നല്ലേ ജോജി? പൊളി ദിവസമായിരുന്നു. നമ്മൾ ഫുള്ള് വൈബായിരുന്നു. അതെ, ഓവറോൾ അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ പമ്പിൽ കയറിയപ്പോൾ അവർ നമ്മളെ പാസ് ചെയ്ത് പോയിന്നാണ് തോന്നുന്നത്. നമ്മൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നു, നമ്മൾ കണ്ടില്ല. അപ്പോൾ നമുക്ക് എന്താണേലും ടെൻറ്റിൻ്റെ അവിടേക്ക് പോയി ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിതാ ഈ പമ്പിലാണ് ഇന്ന് ക്യാമ്പിങ്. ഇവിടെ ഒരുപാട് ലോറിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ലോങ് രാജസ്ഥാൻ സൈഡിൽ നിന്നൊക്കെ ഉള്ള ലോറിക്കാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതെല്ലാവരും റെസ്റ്റിങ്ങിലാണ്. എല്ലാവരും പുറത്ത് ഇതൊക്കെ ഇട്ട് പുറത്തിരിക്കുന്നുണ്ട്. പായൊക്കെ വിരിച്ച് പുറത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കും ഇവിടെ ഇവരുടെ കൂടെ ഇന്ന് സ്റ്റേ അടിക്കാമെന്ന് വിചാരിക്കുന്നു. രാജസ്ഥാൻകാരാട്ടോ, രാജസ്ഥാൻ വണ്ടിയാണ് ഫുള്ള്. എല്ലാം രാജസ്ഥാൻ. അത് രണ്ടും ഒരു കമ്പനി വണ്ടിയാണ് തോന്നുന്നത്. BRSൻ്റെ വണ്ടി അത് രണ്ടും. ഫുള്ള് രാജസ്ഥാൻ. എന്താ ഒരു നാഗാലാൻഡ്, അടുത്ത രാജസ്ഥാൻ, നാഗാലാൻഡ്. അതെ, ടാക്സ് കുറവായതുകൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് വണ്ടികൾ ഇവിടെ ഈ ഏരിയയിലുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് ഇന്ന് ടെൻ്റ് അടിക്കാനുള്ള പരിപാടി. നമുക്ക് നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം വൃത്തിയുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു.